എറണാകുളത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇന്നസെന്റ് എത്തും. CPM നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ആലോചന നടക്കുന്നതായി കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പി രാജീവ് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BB അരുണും കൊച്ചിയിൽ നിന്ന് N ശ്രീനാഥും ചേരും. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, ഇക്കാര്യത്തിൽ ആലോചനകൾ നടക്കുന്നു എന്ന് നേരത്തെ തന്നെ ചില വിവരങ്ങൾ പലയിടങ്ങളിൽ നിന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അക്കാര്യത്തിൽ തീരുമാനമായോ? പി രാജീവ് ചാലക്കുടിയിലേക്ക് മാറി ചാലക്കുടിയിൽ നിന്ന് ഇന്നസെന്റ് എറണാകുളത്തിലേക്ക് വരിക എന്ന കാര്യത്തിൽ തീരുമാനമായോ? ഇക്കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണയനുസരിച്ചാണ് ഇപ്പോൾ പി രാജീവ് ചാലക്കുടിയിലേക്ക് മത്സരിക്കാനും അതേസമയം ചാലക്കുടിയിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആയ ഇന്നസെന്റ് എറണാകുളത്ത് മത്സരിക്കാനും ഒരു ധാരണയായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇന്നസെന്റ് ഒരു വാർത്താ സമ്മേളനം ആലുവയിൽ വെച്ചുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, എറണാകുളത്തേക്ക് മാറാൻ തയ്യാറാണോ, അങ്ങനെ ഒരു പാർട്ടി നിർദ്ദേശം വന്നാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ഇന്നസെന്റിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നസെന്റ് അതിന് അനുകൂലമായി പ്രതികരിച്ചത്. പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും താൻ അവിടെ മത്സരിക്കും എന്നൊരു മറുപടിയാണ് ഇന്നസെന്റ് ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊരു വലിയ സൂചനയാണ്. മാത്രമല്ല, ഇടതുമുന്നണിയിൽ ഇക്കാര്യം വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ ഏതാണ്ട് മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മണ്ഡലത്തിൽ പുതുതായി അവതരിപ്പിക്കാൻ പറ്റുന്നത് ഇന്നസെന്റ് തന്നെയാണ്. ഇന്നസെന്റ് ചാലക്കുടിയിൽ മത്സരിച്ച് വിജയിച്ച ഒരു പരിവേഷവുമായാണ് എറണാകുളത്തേക്ക് വരുന്നത്. മാത്രമല്ല, ഇന്നസെന്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. സിനിമാ രംഗത്തും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. മാത്രമല്ല, എറണാകുളത്തിന്റെ സാഹചര്യം നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എറണാകുളത്ത് മത്സരിക്കുന്നതായിരിക്കും ഫലപ്രദം എന്നുള്ള ഒരു നിഗമനത്തിലാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത്തരത്തിൽ സ്വതന്ത്രരായ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ എറണാകുളത്ത് ഇറക്കി പരീക്ഷിക്കുകയായിരുന്നു CPM ചെയ്തിരുന്നത്. അങ്ങനെയാണ് സെബാസ്റ്റ്യൻ പോളും ക്രിസ്റ്റി ഫെർണാണ്ടസും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ എത്തിയത്. മാത്രമല്ല, എറണാകുളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ പരിശോധിച്ചാൽ എറണാകുളത്തെ 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 3 ഇടതുമുന്നണിക്ക് അനുകൂലമാണ്, 4 ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പേടിക്കേണ്ട ഒരു മണ്ഡലമല്ല എറണാകുളം എന്നൊരു വിലയിരുത്തലിലാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ നടന്ന ചില മത്സരങ്ങൾ ഏതാണ്ട് സിന്ധു ജോയി മത്സരിച്ചപ്പോൾ 11,000 വോട്ടിന് മാത്രമാണ് KV തോമസ് വിജയിച്ചത്. ആ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കോൺഗ്രസിൽ തന്നെ KV തോമസിനോട് അസംതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. ഇതൊക്കെ മുതലെടുത്താൽ ഒരുപക്ഷെ ഇന്നസെന്റിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ഇന്നസെന്റ് തന്നെയായിരിക്കും മികച്ച സ്ഥാനാർത്ഥി എന്നൊരു നിലയിലേക്ക് CPM എത്തിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ധാരണകൾ മുന്നോട്ട് പോകുന്നതും. സനീഷ്, ഞാൻ തിരിച്ചു വരാം. ശ്രീനാഥ്, താങ്കളിലേക്ക്. BB അരുൺ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, ഇത് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതാണ് ഏറ്റവും കൊള്ളാവുന്ന നീക്കം എന്ന ഒരു ആലോചനയിൽ പൂർണ്ണമായി തന്നെ എത്തിക്കഴിഞ്ഞോ? അതായത് ഈ പറയുന്ന സാഹചര്യങ്ങൾ ഇന്നസെന്റിന് അനുകൂലമായിട്ടുണ്ട്. എറണാകുളത്താണ് കുറെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുക എന്ന ഒരു തോന്നലിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പി രാജീവാണെങ്കിൽ MP എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് മുൻകാലങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ചാലക്കുടിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ല മത്സരവും വിജയം നിലനിർത്താൻ സാധിക്കുമെന്ന ആലോചനകളും ഉണ്ടായേക്കാം. ഇക്കാര്യത്തിൽ നേതൃതലത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എപ്പോഴാണ്? സനീഷ, CPM-ന് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താനാകില്ല. അത് ദേശീയതലത്തിൽ പോലും അവരുടെ സാധ്യതകൾക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നുപോലും തോൽക്കുക എന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ സാഹചര്യത്തിലാണ് ചാലക്കുടിയിൽ ഒരു മാറ്റം CPM ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നസെന്റിനെ എതിരെ ചില ശബ്ദങ്ങൾ അവിടെ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോട് പൂർണ്ണ മതിപ്പ് ചാലക്കുടിയിലെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിക്കുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നസെന്റ് അവിടെ നിന്ന് മാറുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആ ഘട്ടം മുതൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നസെന്റ് തന്നെ താനൊരു ഇനി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതിന് അനാരോഗ്യത്തിന്റെ കാരണം പറഞ്ഞ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിസമ്മതം അറിയിക്കുകയും ചെയ്തു. പക്ഷേ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ ആലുവയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ നേരെ തിരിയുകയായിരുന്നു. ഇന്നസെന്റ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറെന്ന തരത്തിലേക്ക് സംസാരിച്ചു. അത് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എറണാകുളത്ത് CPM-ന് എക്കാലത്തും അത്ര സുഖമായ മണ്ഡലമല്ല, എളുപ്പം ജയിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല എറണാകുളം. ഇന്നസെന്റിനെ പോലെ ഒരു പൊതുസമ്മതനായ ഒരാൾ വന്നാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ സ്വാഭാവികമായും CPM-നുണ്ട്. അത്തരം ചർച്ചകൾ നേതൃത്വത്തിൽ സജീവവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നസെന്റ് പേര് അവിടേക്ക് പരിഗണിക്കുന്നത്. മറിച്ച് രാജീവാണെങ്കിൽ സംഘടനാ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ നേതാവാണ്. അത് മാത്രവുമല്ല, അദ്ദേഹം പാർലമെന്ററി നിലയിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. രാജീവിന്റെ സാന്നിധ്യത്തിലൂടെ ചാലക്കുടി നിലനിർത്താനാകുമെന്നും
CPM കരുതുന്നു. ഇന്നസെന്റ് ആണെങ്കിൽ ഒരുപക്ഷെ ആ സാധ്യത അല്പം കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരമൊരു വച്ചുമാറ്റം CPM ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഇതിന്റെ അന്തിമ ചർച്ചകൾ വരും ദിവസങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. 3-4 തീയതികളിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. 5, 6, 7, 8 തീയതികളിലാണ് സംസ്ഥാന നേതൃയോഗം. സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാകും സ്ഥാനാർത്ഥികൾ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടാകുക. ഇത്തരത്തിൽ എല്ലാ സാധ്യതകളും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വവും CPMന്റെ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള സീറ്റുകൾ ഒന്നൊഴിയാതെ നിലനിർത്താനും അതുപോലെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി പൊതുസമ്മതി ഇറക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ CPMന്റെ രീതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നമുക്കറിയാം. എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന ഒരാളെ കൊണ്ടുവരുന്നു. അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നു. ആ സാഹചര്യങ്ങൾ ഇത്തവണ പരമാവധി ഒഴിവാക്കണം. പരമാവധി പാർട്ടിക്കാർ അല്ലെങ്കിൽ പാർട്ടിയുമായി അടുത്തു നിൽക്കുന്നവർ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നൊരു ലക്ഷ്യം ഇടതുമുന്നണി CPM മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ ഭാഗമായി കൂടി വേണം എറണാകുളത്തെയും ഈ ചാലക്കുടിയിലെയും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ കാണാൻ. ഏതായാലും ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇന്നസെന്റ് ചാലക്കുടി വിട്ട് എറണാകുളത്തേക്ക് മാറും, ചാലക്കുടിയിൽ P. രാജീവ് മത്സരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഈ കാര്യത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ എത്തുക. ആലോചന എന്ന് മാത്രമല്ല, തീരുമാനത്തിലേക്ക് എത്താവുന്ന വിധത്തിൽ ആലോചനകൾ പോകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏത് നിലക്ക് നോക്കിയാലും P. രാജീവിൻ്റെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ P. രാജീവ് കൂടെ പോകേണ്ടതുണ്ട്. ചാലക്കുടി സീറ്റ് വിട്ടുകൊടുക്കാനാവുന്ന നിലയല്ല. പരമാവധി സിറ്റിംഗ് സീറ്റുകളെല്ലാം തന്നെ നിലനിർത്തുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ട് ചാലക്കുടി വിട്ടുകൊടുക്കാനും പാടില്ല. എന്നാൽ എറണാകുളത്ത് മികച്ചൊരു സ്ഥാനാർത്ഥിയെ, അതിന് പര്യാപ്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും വേണം. ശ്രീ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ എറണാകുളം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഒരു സ്ഥലമാണ്. അവിടേക്ക് ഇന്നസെന്റിനെ കൊണ്ടുപോകുക, അവിടെ അതൊരു തന്ത്രം എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടേക്ക് നൽകുക, P. രാജീവിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ചാലക്കുടിയിലേക്ക് മാറ്റിയിട്ട് ആ സീറ്റ് നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക, ഇതിലേക്ക് തന്നെ ഇടതുപക്ഷം എത്തുമെന്ന് കരുതേണ്ടുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? അല്ല, അതൊരു നല്ല തന്ത്രമാണ്. ഒരു തന്ത്രം എന്ന നിലയ്ക്ക്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയ്ക്ക് മികച്ചതാണെന്ന് തോന്നുന്നു. KV തോമസിനോട് എതിർക്കുക, KV തോമസിനെ ലോക്സഭയിൽ കൊച്ചിയിൽ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ സ്ഥാനാർത്ഥി ഇപ്പോ നേരത്തെ സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു അവിടെ എറണാകുളത്ത് നിന്ന് ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി. ഇപ്പോൾ അദ്ദേഹത്തിന് സാധ്യതയില്ല. ഇനി ഇപ്പോൾ ചാലക്കുടി സിറ്റിംഗ് MP ആയ ഇന്നസെന്റിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു കണക്കുകൂട്ടലാണ്. അത് എത്ര കണ്ട് പ്രൊഫസർ KV തോമസിനെ വെല്ലുവിളിക്കാനും മാത്രമുള്ള ശേഷി ഇന്നസെന്റിനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടതാണ്. നല്ല ഒരു നല്ലതാണെന്ന് പറയുമ്പോഴും ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഈ ഇന്നസെന്റിന്റെ പ്രവർത്തനം ഒട്ടും നന്നായില്ല എന്ന വിലയിരുത്തൽ ഈ 5 വർഷത്തിന് ശേഷം പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ആ മുന്നണിക്കകത്ത് തന്നെയും അങ്ങനെ തോന്നലുകളുള്ള ആളുകളുണ്ട് എന്നും നമുക്കറിയാമല്ലോ. ആ തരത്തിൽ അങ്ങനെ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാൾ, KV തോമസ് പോലുള്ളൊരു പ്രധാനപ്പെട്ട ആൾക്കെതിരെ മത്സരിക്കാൻ വരുന്നത് ഗുണമാണോ ചെയ്യുക? ഗുണം ചെയ്യുമോ? അവർ കരുതുന്ന ഗുണമുണ്ടാക്കുമോ? അല്ല, ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് പറയാനാവില്ല. തീർച്ചയായിട്ടും സാമുദായിക ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇന്നസെന്റിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ KV തോമസിനെ പോലെ ഒരു പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവ്, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവുമായിട്ട് നല്ല ബന്ധത്തിലും അടുപ്പത്തിലും ആയിട്ടുള്ള ആള്, അതേസമയം തന്നെ KV തോമസ് അവിടെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അത് നമുക്ക് മറന്നുകൂടാ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഫലം? ഇന്നസെന്റിനെ പിടിച്ചു നിൽക്കാനാവുമോ എന്നുള്ള ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPMന് ഒരു നല്ല കണക്കുകൂട്ടലിന്റെ ഫലമായിട്ടാണ് ഇന്നസെന്റിനെ നിർത്തിയിരിക്കുന്നത് എന്ന് കാണാം. അതാണ്, അതൊരു മികച്ച തന്ത്രം എന്ന നിലക്ക് തന്നെ കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീനാഥ് ചേരുന്നു നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്ന്. ശ്രീനാഥ്, ഇത് ഇന്നസെന്റിന്റെ P. രാജീവ് ചാലക്കുടിയിലേക്ക് പോകുന്നത് ഏത് നിലക്കും ഇടതുപക്ഷത്തിന് മുന്നോട്ട് വെക്കാവുന്ന, എവിടെ വേണമെങ്കിലും മുന്നോട്ട് വെക്കാവുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടലിൽ തന്നെയായിരിക്കും. പക്ഷേ ഇന്നസെന്റ് എറണാകുളത്തേക്ക് വരുന്നത്, അതും KV തോമസിനെ പോലുള്ള ഒരാൾക്കെതിരെയായിരിക്കും അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരിക. എറണാകുളം ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഇടമല്ലതാനും. ആ നിലക്ക് ശ്രീ ഇന്നസെന്റ് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് യഥാർത്ഥത്തിലൊരു നേട്ടം ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? ശ്രീനാഥ്.
ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് ഒരു പ്രയോജനമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഏറ്റവും തന്ത്രപരമായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്നസെന്റിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനില്ലാത്ത ഒരു സാഹചര്യം എറണാകുളത്തുണ്ട്. പ്രത്യേകിച്ച് പി രാജീവിനെയാണ് അവർ ആദ്യം കണ്ടുവച്ചിരുന്നത്. പക്ഷേ പി രാജീവ് ചാലക്കുടിയിൽ മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അദ്ദേഹം ചാലക്കുടിയിൽ ഏകദേശം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദിവസവും അദ്ദേഹം ചാലക്കുടി സന്ദർശിക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നസെന്റിനെ മാറ്റി എറണാകുളത്തേക്ക് പരീക്ഷിക്കുക എന്നുള്ളതാണ് CPM-ന് മുന്നിലുള്ള ഏറ്റവും ഉചിതമായ വഴി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഇന്നസെന്റ് എറണാകുളത്തേക്ക് പോയി ചാലക്കുടിയിലേക്ക് പി രാജീവ് വരുന്നു എന്നത് നേരത്തെ ഈ ആവൃത്തങ്ങളിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏതാണ്ട് അക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് തന്നെയും പാർട്ടി എത്തുന്നു എന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത് അവർക്ക് ഗുണപരമായിട്ടുള്ളൊരു നിലപാടായിരിക്കുമോ? അത് ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി നല്ല മത്സരം ഉണ്ടാക്കുകയും വളരെ സംഘടിതമായ രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്യാതെ ഇടതുപക്ഷത്തിന് ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. ഈ രാജീവിനെ സംബന്ധിച്ചോളം അദ്ദേഹം ചാലക്കുടി മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം സാങ്കേതികമായിട്ട് എറണാകുളം ജില്ലയിൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും ജനിച്ചു വളർന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ്. രണ്ടും ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് ചാലക്കുടി. അവിടെ CPM-നെ നിർത്താവുന്നതിൽ നല്ലൊരു സ്ഥാനാർത്ഥി അദ്ദേഹമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇന്നസെന്റിന്റെ കാര്യത്തിൽ ചാലക്കുടിയിൽ പരാജയപ്പെട്ട ഒരു പരീക്ഷണമാണ്. ചാലക്കുടിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ഒരു MP എന്നുള്ള നിലയ്ക്ക് തീരെ മതിപ്പുണ്ടാക്കാൻ കഴിയാത്ത ഒരാളാണ് ഇന്നസെന്റ്. അദ്ദേഹം കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് ലഘുലേഖ ആക്കിയാണ് ഇറക്കി. ആ ലഘുലേഖ കണ്ടപ്പോൾ തന്നെ തോന്നി അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും ഇത് ചാലക്കുടിയിൽ പരാജയപ്പെട്ട ഒരാളെ ഇനിയിപ്പോ എറണാകുളത്ത് പരീക്ഷിക്കുന്നതിന്റെ യുക്തി നമുക്ക് ആർക്കും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം സിനിമാ നടനായതുകൊണ്ട് എറണാകുളത്തുകാർ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നാണ് ധരിച്ചിട്ടില്ലെന്നറിയില്ല. ചാലക്കുടി പോലെ തന്നെ UDF-ന് പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് എറണാകുളം. അവിടെ ഇതുപോലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിന്റെ യുക്തി അവർക്ക് മാത്രമേ അറിയൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി വരുന്ന നിലയാണോ എറണാകുളത്ത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ഈ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷത്തിന് പ്രേരണ നൽകുന്ന വിധത്തിലുള്ള സാമുദായിക സമവാക്യങ്ങൾ അവിടെ ഉണ്ടോ? ഈ KV തോമസിനെതിരായിട്ടുള്ള ചില, സ്വാഭാവികമാണല്ലോ അവിടങ്ങളിലൊക്കെ ഈ കോൺഗ്രസിനകത്തുണ്ടാകാവുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അത് അത്തരം എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടെ കണ്ണുണ്ടാകുമോ? ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്. ചാലക്കുടിയിലുമുണ്ട്, എറണാകുളത്തുമുണ്ട്, തൃശ്ശൂരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഉണ്ടാകണം, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് അല്ല. പക്ഷെ സാമുദായിക സമവാക്യം എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഇടതുപക്ഷം നവോത്ഥാനം പ്രസംഗിക്കുകയും സമുദായം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്യുന്നതിൽ യുക്തി എന്തെന്നത് അത് തന്നെ വലിയൊരു അസംബന്ധമല്ലേ. ഈ ഇന്നസെന്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ക്രിസ്ത്യൻ സമുദായ അംഗമാണെന്നത് ശരിയാണ്. അല്ലാതെ എറണാകുളത്ത് ബഹുഭൂരിപക്ഷം വരുന്നത് ലത്തീൻ സമുദായക്കാരാണ്. ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത്. ആ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് സാധാരണ മത്സരിക്കാറുള്ളത്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ എറണാകുളം മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് വെക്കുക എന്നത് എല്ലാ കാലത്തും ഈ ഇടതുമുന്നണിക്ക് ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. ആ നിലക്ക് കയ്യിലുള്ളൊരു MP അങ്ങോട്ട് മാറ്റുന്നത് ആ തരത്തിൽ കൊള്ളാവുന്നൊരു തന്ത്രമാണ് എന്ന് കരുതിക്കൂടെ? അദ്ദേഹം ടെലിഫോൺ ലൈനില്ല, അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനില്ല. ശ്രീനാഥ്, ഇവിടെ ഈ ചാലക്കുടിയിലെ വിജയം ഉറപ്പിക്കാം പി രാജീവിലൂടെ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഈ എറണാകുളത്ത് ഇന്നസെന്റിന് അനുകൂലമായ വിധത്തിൽ വരാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? KV തോമസിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഉണ്ടാകുമോ? അതുകൂടെ ഉണ്ടാകുമോ ഇവരുടെ കണക്കുകൂട്ടലിൽ? KV തോമസിനെതിരെ എറണാകുളത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല, അദ്ദേഹം 5 തവണയായി എറണാകുളത്ത് MP ആയി മത്സരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ആ സ്ഥാനം വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ എറണാകുളം സീറ്റ് അടക്കം യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വരികയും ചെയ്തു. പിന്നീട് പാർട്ടിയുടെ കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ
അവകാശവാദം അവർ പിൻവലിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയായി വന്നാൽ ആ വോട്ട് അങ്ങോട്ട് മറിയും എന്നൊരു ധാരണ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അത് മുതലാക്കുകയാണ് യഥാർത്ഥത്തിൽ CPM ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ച പോലെ സാമുദായിക സമവാക്യങ്ങൾ നോക്കുമ്പോൾ, നേരത്തെ സിന്ധു ജോയി മത്സരിച്ച ഒരു സാഹചര്യം നോക്കുമ്പോൾ, മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ ഇടതുമുന്നണിക്ക് നേടാൻ കഴിഞ്ഞ ഒരു പ്രദേശം എന്നത് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഘടകങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുണ്ട്. അതിനെ എല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നസെന്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അതിന് ഒരു സാധ്യത കാണുന്നുമുണ്ട്. ഒരു നിമിഷം ശ്രീനാഥ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കോൺഗ്രസ് നേതാവ് ശ്രീ മാത്യു കുഴൽനാടൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, ചാലക്കുടിയിൽ നിന്ന് ഇന്നസെന്റ് ഇങ്ങോട്ട് മാറുന്നു, P രാജീവ് ചാലക്കുടിയിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ആലോചനകൾ പോകുന്നതായി തോന്നുന്നത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ? ഈ സ്ഥാനാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ഇവരുടെ ഈ തീരുമാനത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ എത്തുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നസെന്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിലയിരുത്തുമല്ലോ. ഒരുപക്ഷെ സംസ്ഥാനത്ത്, ഞാനിപ്പോ അദ്ദേഹം ഒരു മുതിർന്ന വ്യക്തിയാണ്, ഞാൻ ആ ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് എല്ലാ MP-മാരും ചോദിച്ചാൽ അതിലേറ്റവും മോശം ഒരു MP എന്ന നിലയിലുള്ള പ്രകടനം ഏറ്റവും മോശമായിരുന്ന ആളാണ് ഇന്നസെന്റ്. അപ്പോ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ജയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മതിപ്പോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ആ നിലയിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തകളായതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത് ഗുണപരമാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണകരമായ ഒരു ഇതായിരിക്കും ഇന്നസെന്റ് മത്സരിപ്പിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്താൻ ജനങ്ങളോട് കോൺഗ്രസ് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് ഇടതുമുന്നണിക്കും അദ്ദേഹത്തിന് ഗുണകരമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ചാലക്കുടിയിൽ ഈ പറയുന്ന രണ്ടാമത് അദ്ദേഹം വരികയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ശരിയായതാണോ, അദ്ദേഹം നന്നായിട്ടാണോ പ്രവർത്തിച്ചതെന്ന കാര്യം കുറെ കൂടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. പക്ഷേ എറണാകുളം പോലെ നിലവിലുള്ള MP തന്നെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും. അതോടൊപ്പം ഈ പറയുന്ന ഒരു നഗര മണ്ഡലമായിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു ചലച്ചിത്ര താരം, ആ മേഖലയിൽ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആൾ, അത്തരം ബന്ധങ്ങളുള്ള ഒരാൾ എന്ന നിലക്ക് ഇന്നസെന്റിന് അവിടെ ഒരു അനുകൂല നില വരില്ലേ? ഇല്ല, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ വന്നാൽ ഏറ്റവും ഗുണം കിട്ടുക തോമസ് മാഷിനാണ്. കാരണം അദ്ദേഹത്തിന്റെ MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഒക്കെ ഉള്ള KV തോമസിന്റെ പ്രകടനം അങ്ങേയറ്റം മികച്ചതായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഈവൻ ഇടത് പക്ഷത്തുള്ളവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇടതുപക്ഷ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളോട് വലിയ മതിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവെ വലിയ അംഗീകാരം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ് ഇന്നസെന്റ്. MP എന്ന നിലയിൽ തികഞ്ഞ പരാജയമായിരുന്നെന്നും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം ഒട്ടും ആത്മാർത്ഥമായി നിർവഹിക്കാൻ, ജനപ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഉള്ള ഒരു പൊതുബോധം നിലനിർത്തുന്നു. ആ ചാലക്കുടിയിലാണ് എന്ന് വരികിൽ കൂടി വളരെ ക്ലോസ് ആയിട്ടുള്ള 2 മണ്ഡലങ്ങളല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. അതിന്റെ തീർച്ചയായിട്ടും അത് എറണാകുളത്തും പ്രചരണത്തിന്റെ ഭാഗമാവും, ജനങ്ങളിലെത്തിക്കാൻ. ജനങ്ങൾ അങ്ങനെ അത്രയും ഡിറ്റാച്ച്ഡോ അല്ലെങ്കിൽ ഡിസോസിയേറ്റഡോ ഒന്നും അല്ലല്ലേ. വളരെ നന്ദി മാത്യു കുഴൽനാടൻ ഞങ്ങളോട് സംസാരിച്ചതിന്. KV തോമസിന് എറണാകുളത്ത് ഇന്നസെന്റ് ആകും എതിരാളി എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നസെന്റിനെ ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റുക എന്ന തന്ത്രമാണ് ഇടതുമുന്നണി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. ഏതാണ്ട് അക്കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നസെന്റിനെ ചാലക്കുടിയിലേക്ക് ഒന്നുകൂടെ പരീക്ഷിക്കുന്നതിന് പകരം ചാലക്കുടിയിൽ P രാജീവിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ നിർത്തി ആ മണ്ഡലം അല്ലെങ്കിൽ മണ്ഡലം കൈവശം തന്നെ വെക്കുക, മണ്ഡലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ P രാജീവിനെ പോലെ പ്രധാനപ്പെട്ട ആളെ അങ്ങോട്ട് മാറ്റുക, അത് വിജയമുണ്ടാക്കി തരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇന്നസെന്റിനെ കുറെ കൂടെ ഗുണപരമായ മത്സരത്തിന് വേണ്ടി ഇങ്ങ് എറണാകുളത്തേക്ക് മാറ്റുക എന്നാണ് CPM നേതൃത്വം ആലോചിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. VV അരുൺ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നത്. അരുൺ, ഇത് ഈ 3-4 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി, ഇതാണല്ലോ നടക്കാനിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട നേരത്തെ എത്തിച്ചേരേണ്ടുന്ന നിഗമനങ്ങളിൽ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള നിഗമനങ്ങളിൽ ഈ സ്ഥാനാർത്ഥി സ്ഥലം മാറ്റം പോലുള്ള മണ്ഡലമാറ്റം പോലുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുമോ? ഈ കാര്യത്തിൽ ഇതായിരിക്കും ഏറ്റവും മികച്ച ഒരു തീരുമാനം എന്ന ആലോചന തന്നെയാണോ നേതൃത്വത്തിനുള്ളത്?
തീർച്ചയായും നേതൃത്വത്തിൽ അത്തരമൊരു ധാരണ ഉണ്ടാക്കും. അത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുൻപേ തന്നെ ഉണ്ടാകും. നിലവിലെ എംപിമാർ മത്സരിക്കണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ പ്രധാന തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. കാരണം അവരുടെ പ്രവർത്തനം ഏറ്റവും അടുത്തു നിരീക്ഷിക്കുന്നതും കേന്ദ്ര നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ എംപിമാരുടെ കാര്യത്തിൽ നിലവിലെ CPM-ന്റെ എംപിമാർ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അവിടെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടുത്തെ ധാരണയും ഇവിടെ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും ഏറെ പ്രധാനവുമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുമ്പാകെ തന്നെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ഏകദേശ ധാരണ പാർട്ടി നേതൃത്വത്തിൽ രൂപപ്പെടും. പിന്നീട് ചർച്ചകൾ മാത്രം അല്ലെങ്കിൽ ഒരു സംഘടനാ നടപടിയുടെ ഭാഗമായുള്ള ചർച്ചകൾ മാത്രമാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാവുക. കൃത്യമായ ധാരണയോടുകൂടി തന്നെയാകും CPM സംസ്ഥാന നേതൃത്വം സംസ്ഥാനത്തുള്ള കേന്ദ്ര നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ എത്തുക. അവിടെ അവരുടെ അനുമതി കൂടി ലഭിച്ചാൽ സംസ്ഥാന നേതൃയോഗങ്ങളിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മണ്ഡലം വച്ചുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണ തീർച്ചയായും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുമ്പാകെ തന്നെ ഉണ്ടാകും. അതാണ് ശ്രീനാഥ്. ഇവിടെ ഈ ചാലക്കുടിയിലെ കാര്യം അങ്ങോട്ട് മാറ്റിവെക്കാം. നമുക്ക് എറണാകുളത്ത് ഈ പറയുന്നത് പോലുള്ളൊരു മത്സരത്തിലേക്ക് തീരുമാനിച്ചു എന്ന് വെച്ചാൽ അവിടെ ഇതിനു മുമ്പാണെങ്കിൽ തന്നെയും കൊണ്ടുവരുന്ന ആളുകൾ ഏതെങ്കിലും നിലക്ക് ഒരാളെ കൊണ്ടുവന്ന് നിർത്തുക, ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം തന്നെയും പരിഗണിക്കുക, അതിനനുസരിച്ച് വിജയമുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ തന്ത്രവും പയറ്റി നോക്കുക. പക്ഷേ അപ്പോൾ തന്നെയും ദയനീയമായി പരാജയപ്പെടുക. ഇതാണ് ഇടതുമുന്നണി അവിടെ നേരിടാറുള്ളത്. ഇവിടെ ഈ വോട്ട് കണക്കുകളും മറ്റുമൊക്കെ ഇന്നസെൻറ്റിന് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവവും മറ്റുമൊക്കെ ഇന്നസെൻറ്റിന് അനുകൂലമായ എന്തെങ്കിലും സൂചനകൾ നൽകുന്നതാണോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം CPM ഉദ്ദേശിക്കുന്നത് എറണാകുളത്ത് ഒരു പൊതുസമ്മതനായ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയം ഉറപ്പാക്കി